നമസ്കാരം. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഹൈന്ദവ തീർത്ഥാടക സംഗമമായ കുംഭമേളയ്ക്ക് കേരളവും വേദിയാവുകയാണ്. ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക്, പ്രയാഗ്രാജ് എന്നീ 4 പ്രധാന കുംഭമേളയ്ക്ക് സമാനമായി മലപ്പുറം തിരുനാവായയും തീർത്ഥാടക സംഗമ ഭൂമിയാകും. തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിന് മുന്നിലുള്ള ഭാരതപ്പുഴയുടെ തീരത്ത് 2026 ജനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെയാണ് കുംഭമേള. നവംബർ 23 നിശ്ചയിച്ചിരിക്കുന്ന യോഗത്തിൽ മേളയുടെ സംഘാടനം ഉൾപ്പെടെയുള്ള പരിപാടികൾ ഏകോപിപ്പിക്കാൻ പുതിയ സമിതിക്ക് അല്ലെങ്കിൽ സ്വീകരണ സമിതിക്ക് രൂപം നൽകും. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടന്ന കുംഭമേള ലോകം ശ്രദ്ധിച്ച ഒരു തീർത്ഥാടക സംഗമമായിരുന്നു. കേരളത്തിൽ നിന്നടക്കം വൻ ജനപങ്കാളിത്തമുണ്ടായിരുന്ന കുംഭമേളയിൽ കോടിക്കണക്കിന് ജനങ്ങളാണ് പുണ്യസ്നാനം നടത്തിയത്. അത്തരമൊരു ജനസംഗമത്തിന് ശങ്കരാചാര്യരുടെ നാടും വേദിയാകുന്നു എന്ന് പറഞ്ഞാൽ നഗര-ഗ്രാമ വ്യത്യാസമില്ലാതെ നാടുണരുമെന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിലും ഹിന്ദു ഉണരുകയാണ്. കുംഭമേള ഇന്ന് കാണുന്ന രീതിയിൽ ചിട്ടപ്പെടുത്തിയ ശങ്കരാചാര്യരുടെ നാട്ടിൽ ഇനിയെങ്കിലും കുംഭമേള നടക്കണ്ടേ? ഇത് കാലം കരുതി വെച്ച നിയോഗമാണ്. രാജ്യത്തെ ഏറ്റവും വലിയ സന്യാസ സമൂഹമായ ജൂന അഖാഡയാണ് കേരളത്തിലെ കുംഭമേളയ്ക്കും മേൽനോട്ടം വഹിക്കുക. മേളയ്ക്ക് നേതൃത്വം നൽകുക മലയാളിയായ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതിയും. കുംഭമേളയുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനായി സ്വാമി ആനന്ദവനം ബുധനാഴ്ച തിരുനാവായ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുകയും ചെയ്തിരുന്നു. മഹാമണ്ഡലേശ്വർ പദവിയിലെത്തുന്ന 3ാമത്തെ മലയാളി കൂടിയാണ് സ്വാമി ആനന്ദവനം ഭാരതി. എന്തുകൊണ്ട് കുംഭമേള തിരുനാവായയിൽ? ഉത്തരേന്ത്യയിലെ കുംഭമേളയ്ക്ക് സമാനമായ ഉത്സവത്തിൻ്റെ പാരമ്പര്യമുള്ള നാടാണ് തിരുനാവായ. ചേരമൻ പെരുമാളിൻ്റെ കാലത്ത് തിരുനാവായയിൽ മാഘമകം എന്ന പേരിൽ ഒരു ഉത്സവം നടന്നിരുന്നു. ദക്ഷിണേന്ത്യയിൽ തിരുനാവായയ്ക്ക് പുറമെ തമിഴ്നാട്ടിലെ കുംഭകോണത്തും ആചാരമായി മാഘമകം നിലനിന്നിരുന്നു. മലയാള മാസത്തിലെ മകം നക്ഷത്രവുമായി ബന്ധപ്പെട്ടാണ് ഈ ചടങ്ങുകൾ നടന്നിരുന്നത്. 12 വർഷത്തിലൊരിക്കലായിരുന്നു തിരുനാവായയിൽ മാഘമകം നടന്നിരുന്നത്. ഹിന്ദു ധർമ്മമനുസരിച്ച് യജ്ഞവും യാഗവുമായിരുന്നു ഈ ഉത്സവകാലത്ത് നടത്തിയിരുന്നത്. പുതിയ രാജാവിനെ തിരഞ്ഞെടുക്കുന്നതും ഈ സമയത്തായിരുന്നു. അവസാനത്തെ പെരുമാളായ സുന്ദരമൂർത്തിയുടെ ഭരണത്തിന് ശേഷം ഉത്സവത്തിൻ്റെ നേതൃത്വം പെരുമ്പടപ്പ് സ്വരൂപത്തിലേക്കും പിന്നീട് വള്ളുവ കോനാതിരിയിലേക്കും മാറി. പിന്നീട് ഈ ചടങ്ങിന് ആയോധന രൂപം കൈവരികയും മാമാങ്കം എന്ന നിലയിലേക്ക് മാറുകയും ചെയ്തു. മാമാങ്കം കേരളത്തിൽ വളരെയധികം പ്രസിദ്ധമാണ്. തിരുനാവായയിൽ വീണ്ടും മാഘമകം ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്നതിനായി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. 2016 വീണ്ടും ആ ശ്രമങ്ങൾ ആരംഭിച്ചത്. തിരുനാവായ ക്ഷേത്രത്തിലെ പ്രധാന പുരോഹിതൻ ഭാരതപ്പുഴയുടെ തീരത്ത് നദീപൂജ ചടങ്ങുകൾ നടത്തിയാണ് ഇതിൻ്റെ തുടക്കം കുറിച്ചത്. കോവിഡ് കാലത്തൊഴികെ ഈ ചടങ്ങുകൾ എല്ലാ വർഷവും തുടരുകയും ചെയ്തു. 2016 ചടങ്ങുകൾ ആരംഭിച്ചത് പ്രകാരം 2028 മാഘമകം വിപുലമായ കുംഭമേളയായി ആഘോഷിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ഇതിനു മുന്നോടിയായിട്ടാണ് 2026 ചടങ്ങുകൾ. അടുത്ത വർഷത്തെ ഉത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് മലബാർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡുകളുടെ സഹകരണം ജൂന അഖാഡ തേടും. മറ്റ് അഖാഡകളിൽ നിന്നുള്ള വിശ്വാസികളുടെ പങ്കാളിത്തവും ഉറപ്പാക്കും. കേരളത്തിലെ ആശ്രമങ്ങളും സ്വാമിമാരും മേളയിൽ പങ്കാളികളാകും. കുംഭമേള പോലുള്ള ഹൈന്ദവ ഉത്സവങ്ങളോട് എക്കാലത്തും കേരളത്തിലെ UDF, LDF സർക്കാരുകൾ മുഖം തിരിച്ചു നിന്നിട്ടേയുള്ളൂ. ഉത്തരേന്ത്യയിൽ നിന്ന് കുംഭമേള കേരളത്തിലേക്ക് വരുമ്പോൾ അതിനൊരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി കേരളത്തിലുണ്ട്. CPM പോലുള്ള പാർട്ടികൾ ഇതിനെ എങ്ങനെയാകും സ്വീകരിക്കുക എന്നീ ഘട്ടത്തിൽ പറയാനാവില്ല. ദേവസ്വം ബോർഡുകളുടെ സഹകരണവും എത്രത്തോളം ഉണ്ടാകുമെന്നറിയില്ല. പക്ഷേ കുംഭമേള കേരളത്തിൽ വൻ വിജയമാക്കാൻ തന്നെയാണ് ജൂന അഖാഡയുടെ തീരുമാനം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.